ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതിൽ രുചികരമായിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു മുന്നാഴി അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 കിലോ ചിക്കൻ വെച്ചിട്ട്. അപ്പം ഈ അരി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ ബാസ്മതി റൈസ് വൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ ഒന്ന് കഴുകി നമുക്ക് അരമണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കാം. നമ്മൾ മസാലയെല്ലാം റെഡിയാക്കുന്നത് വരെ ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 പീസ് പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 6 ഗ്രാമ്പുവാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കളറിനായിട്ട്. പിന്നെ എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ മക്കൾക്കൊക്കെ കഴിക്കേണ്ടത് കൊണ്ട് എരിവ് കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവുമാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. ഓവറായിട്ട് തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഓവറായിട്ട് തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്തിട്ട് വരാം. ഇതിവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമുക്ക് വറുത്തെടുത്ത മസാലയുടെ കൂടെ ഇതുകൂടി അരച്ചെടുക്കാനുണ്ട് കേട്ടോ. കുറച്ച് പുതിന എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ പുതിന മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയുള്ളിയുടെ ഒരു 1/2 ഭാഗവും തക്കാളിയുടെ ഒരു 1/2 ഭാഗവും ആണ് വേണ്ടത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം. നമുക്ക് ലാസ്റ്റായിട്ട് ചിക്കൻ ഒന്നും കൂടി മസാല തേച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ പാത്രത്തിലേക്ക് മാറ്റാം, നമുക്ക് ചിക്കൻ ഒന്ന് മസാല പിടിപ്പിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ റെഡ് ഫുഡ് കളർ കുറച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളർ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഞാനിവിടെ ഒരു വീഡിയോയുടെ ഭംഗിക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് മുഴുവനായിട്ട് ഇട്ടിട്ടാണ് മസാല പിടിപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾ വലിയ പീസായിട്ടാണ് ചിക്കന് ഇടുന്നതെങ്കിൽ ഓരോ പീസായിട്ട് മസാല പിടിപ്പിച്ചെടുക്കട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കനിൽ മസാല പിടിച്ച് കിട്ടില്ല. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മാക്സിമം അരമണിക്കൂർ, ഇനി കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ചിക്കനിൽ മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടാനാണ്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇവിടെ അരി തിളപ്പിക്കാൻ ആവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തിളക്കുമ്പോൾ അരി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മന്തി തയ്യാറാക്കാനായിട്ടുള്ള ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ട്, ഒരുപാട് ഓയിൽ ഒഴിക്കരുത്. നമുക്ക് ഈ ഓയിൽ തന്നെയാണ് നമ്മൾ മന്തി തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ടും 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടും. 2 സൈഡും പോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഈ ഓയിലിൽ നിന്നും മാറ്റാം. ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഈ ഓയിലിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഇതിൽ ദം ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ചിക്കൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് റൈസിനും കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇത് ചിക്കൻ ഈ ഓയിലിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. മസാലയൊന്നും പുരട്ടിയതിന് ശേഷം നമുക്ക് ഫ്രൈ പാനിൽ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മസാല നല്ല രീതിയിൽ ഒന്ന് ചിക്കനിൽ കോട്ട് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഇത് ഓയിലിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 10 ഏലക്ക, അതുപോലെ 4 പീസ് കറുവപ്പട്ട, പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു ഡ്രൈ ലെമൺ,
പിന്നെ ഒരു മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ 2 മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ടോ. എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മാഗി ക്യൂബൊക്കെ ഒന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ്. ഇനി നമുക്കിതിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റാം. നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റൈസ് വേവിക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ട് ഒരു 1/4 ഭാഗം വേവിച്ചതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നിരത്തിയതിന് ശേഷം ഒരു 3 പച്ചമുളക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മസാല പിടിപ്പിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ പീസായിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ചെറിയ പീസായതുകൊണ്ട് ഇതുപോലെ ഒന്ന് മൊത്തത്തിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രൈ പാനിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് റൈസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചിക്കനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.